പോലീസിനെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ പുതിയൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അതായത് തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധികനെ ഇടിച്ചത് പാറശാല SHO അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇടിച്ച ശേഷം കാർ നിർത്താതെ പോവുകയായിരുന്നു. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അനിൽകുമാറിന്റെ വാഹനമാണ് എന്ന് തെളിഞ്ഞത്. ഈ അപകടത്തിൽ കിളിമാനൂർ ചേനിക്കുഴി സ്വദേശിയായ രാജൻ മരിച്ചിരുന്നു. അമൽ തേനമ്പറമ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, പുതിയൊരു വിവരമാണ്. ആ വാഹനം ഓടിച്ചിരുന്നത്, ഒരു മരണത്തിന് കാരണമായ ആ വാഹനം ഓടിച്ചിരുന്നത് പാറശാല SHO ആയ അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് എന്നുള്ളതാണ് കണ്ടെത്തൽ. ആരാണ് വാഹനം ഓടിച്ചത്? അനിൽകുമാർ ആണോ മറ്റാരെങ്കിലും ആണോ? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാനാകുന്നുണ്ടോ? എന്താണ് അറിയുന്നത്? പൂജ, 7-ാം തീയതിയാണ് വാഹനാപകടം ഉണ്ടാകുന്നത്. അപകടമുണ്ടാകുന്നത് രാവിലെ 4 മണിക്കും 6 മണിക്കും ഇടയിലാണ് എന്നുള്ളതാണ്. പുലർച്ചെയാണ് അപകടം ഉണ്ടാകുന്നത്. അപകടത്തിൽ പരിക്കേറ്റ രാജൻ അവിടെ രക്തം വാർന്ന് കിടക്കുകയായിരുന്നു. പിന്നീട് കിളിമാനൂർ പോലീസ് അവിടേക്ക് എത്തിയാണ് രാജനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ അതിനുശേഷം മരണം സംഭവിക്കുകയായിരുന്നു. 59 വയസ്സുകാരനാണ് രാജൻ. രാജന് ഇടിച്ചിട്ട വാഹനം ഏത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. പോലീസ് CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു. അതിനുശേഷമാണിപ്പോൾ ഈ വാഹനം പാറശാല SHOയുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് വ്യക്തമാകുന്നത്. ആ വാഹനത്തിന്റെ നമ്പർ KL24P 1734 എന്നുള്ള വാഹനമാണ്. അത് മാരുതിയുടെ ഒരു ആൾട്ടോ 800 കാറാണ്. നീല കളറുള്ള കാർ എന്നുള്ളതാണ് അതിൻ്റെ ഈ വിശദാംശം കാറിൻ്റെ വിശദാംശം സംബന്ധിച്ച് RTO സൈറ്റിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഉടമ അനിൽകുമാർ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ വാഹനം ആ സമയത്ത് അപകടം ഉണ്ടാക്കിയ സമയത്ത് ഓടിച്ചത് അനിൽകുമാർ ആണോ എന്ന് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല പോലീസ്. അങ്ങനെ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയാണെങ്കിൽ കൊലപാതക കുറ്റം അടക്കം ചുമത്തി മുന്നോട്ട് പോകാനാണ് പോലീസിൻ്റെ തീരുമാനം. അതോടൊപ്പം വാഹനം ഇടിച്ച ശേഷം നിർത്താതെ പോയതടക്കമുള്ള വകുപ്പുകളും ചുമത്തുമെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതിനായി കൂടുതൽ CCTV പരിശോധനകൾ അടക്കം വേണ്ടിവരും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.